നമസ്കാരം. നാസയുടെ മേവൻ പേടകം ചൊവ്വയിൽ ഒരു നിർണായക കണ്ടെത്തൽ നടത്തിയിരിക്കുന്നു. ചൊവ്വയിലെ മിന്നൽ. ഈ അതിശയകരമായ കണ്ടെത്തലിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം. ചൊവ്വയെക്കുറിച്ച് കഴിഞ്ഞ ദശകത്തിൽ മേവൻ പേടകം ശേഖരിച്ച വിവരങ്ങൾ അരിച്ചെടുത്തപ്പോഴാണ് ശാസ്ത്രജ്ഞർക്ക് ഈ പരിചിതമായ വൈദ്യുതകാന്തിക സിഗ്നൽ ലഭിച്ചത്. നാസയുടെ മാർസ് അറ്റ്മോസ്ഫിയർ ആൻഡ് വോളറ്റൈൽ എവല്യൂഷൻ അഥവാ മേവൻ പേടകം ചൊവ്വയുടെ അന്തരീക്ഷത്തെക്കുറിച്ചും വാതകങ്ങളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിക്കുന്നു. മിന്നൽ മൂലമുണ്ടാകുന്നതിന് സമാനമായ ഒരു വൈദ്യുതകാന്തിക സിഗ്നലിന്റെ അപൂർവമായ കണ്ടെത്തൽ ചൊവ്വയിലെ മിന്നൽ പ്രവർത്തനത്തിനുള്ള ആദ്യത്തെ നേരിട്ടുള്ള സൂചനയാണ്. ഈ കണ്ടെത്തലിനു പിന്നിൽ വിസ്ലർ തരംഗങ്ങൾ എന്നറിയപ്പെടുന്ന ഒരു പ്രതിഭാസമുണ്ട്. എന്താണ് ഈ വിസ്ലർ തരംഗങ്ങൾ? വിസ്ലർ തരംഗങ്ങൾ മിന്നലുണ്ടാക്കുന്ന താഴ്ന്ന ആവൃത്തിയിലുള്ള റേഡിയോ തരംഗങ്ങളാണ്. ഇവ ഒരു ഗ്രഹത്തിന്റെ കാന്തിക മണ്ഡലത്തിലൂടെ സഞ്ചരിക്കുന്നു. ഭൂമിയിലും വ്യാഴം, ശനി, നെപ്റ്റ്യൂൺ തുടങ്ങിയ ഗ്രഹങ്ങളിലും ഈ തരംഗങ്ങൾ സാധാരണമാണ്. ഈ ഗ്രഹങ്ങൾക്ക് ശക്തമായ കാന്തിക മണ്ഡലമുള്ളതിനാൽ തരംഗങ്ങളുടെ സഞ്ചാരം എളുപ്പമാണ്. എന്നാൽ ചൊവ്വയുടെ സ്ഥിതി വ്യത്യസ്തമാണ്. അതിന് ഭൂമിയെപ്പോലെ ശക്തമായ ആഗോള കാന്തിക മണ്ഡലമില്ല. ചൊവ്വയുടെ ആന്തരിക പ്രവർത്തനങ്ങൾ ശതകോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നിലച്ചതിനാൽ അതിന് ആഗോള കാന്തിക മണ്ഡലം നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ചൊവ്വയിൽ മിന്നൽ പ്രവർത്തനങ്ങൾ കണ്ടെത്താൻ ബുദ്ധിമുട്ട്. ശക്തമായ കാന്തിക മണ്ഡലമില്ലാത്തതാണ് ചൊവ്വയിൽ മിന്നൽ കണ്ടെത്താൻ ബുദ്ധിമുട്ടുള്ള ഒരു പ്രധാന കാരണം. എങ്കിലും ചൊവ്വയിൽ മിന്നൽ പോലുള്ള വൈദ്യുത ഡിസ്ചാർജുകൾ അസാധ്യമല്ല. ചൊവ്വയിലെ പൊടിക്കാറ്റുകളാണ് ഇതിന് പ്രധാന കാരണം. പൊടിക്കാറ്റുകൾ ഉണ്ടാകുമ്പോൾ പൊടിപടലങ്ങൾ കൂട്ടിയിടിച്ച് വൈദ്യുത ചാർജുള്ളവയായി മാറുന്നു. ഇത് അന്തരീക്ഷ സാഹചര്യങ്ങളുമായി ചേർന്ന് വൈദ്യുത ഡിസ്ചാർജുകൾ ഉണ്ടാക്കുന്നു. ഇത്തരം വൈദ്യുത ഡിസ്ചാർജുകൾ പരീക്ഷണശാലകളിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ചൊവ്വയുടെ ഉപരിതലത്തിൽ പ്രാദേശിക കാന്തിക മണ്ഡലങ്ങളുള്ളതും വിസ്ലർ തരംഗങ്ങൾ സഞ്ചരിക്കാൻ സഹായിച്ചേക്കാം. മേവനിന്റെ കണ്ടെത്തൽ ശാസ്ത്രജ്ഞർക്ക് വലിയ ആവേശം നൽകി. എന്നാൽ ഈ കണ്ടെത്തൽ അത്യധികം അപൂർവമായിരുന്നു. 1,80,000-ത്തിലധികം അളവുകളിൽ നിന്ന് ഒരൊറ്റ ഫ്രീക്വൻസി ഡിസ്പേഴ്സ്ഡ് വിസ്ലർ തരംഗം മാത്രമാണ് മേവൻ കണ്ടെത്തിയത്. ഇത് വളരെ ആകസ്മികമായിരുന്നു. ഈ വിസ്ലർ സംഭവം 0.4 സെക്കൻഡ് മാത്രമേ നീണ്ടുനിന്നുള്ളൂ. ഉപരിതലത്തിൽ നിന്ന് പേടകത്തിലേക്ക് തരംഗമെത്താനുള്ള സാധ്യതകൾ സിദ്ധാന്തപരമായ മോഡലിംഗ് വഴി സ്ഥിരീകരിച്ചു. ചൊവ്വയിലെ മിന്നൽ സംഭവങ്ങൾ കണ്ടെത്താൻ ഇത്ര ബുദ്ധിമുട്ടുള്ളത് എന്തുകൊണ്ടാണ്? പല പ്രത്യേക സാഹചര്യങ്ങളും ഒത്തുചേർന്നാൽ മാത്രമേ ഇത് സാധ്യമാകൂ. ശക്തമായതും ലംബവുമായ പ്രാദേശിക കാന്തിക മണ്ഡലം, പ്രത്യേക അയോണോസ്ഫെറിക് സാഹചര്യങ്ങൾ, കൂടാതെ രാത്രി സമയത്ത് ഒരു പ്രത്യേക സ്ഥാനത്ത് നിന്നുള്ള അളവ് എന്നിവയെല്ലാം ഈ കണ്ടെത്തലിന് അത്യാവശ്യമായിരുന്നു. ഇത്രയധികം പ്രത്യേക സാഹചര്യങ്ങൾ അപൂർവമായി മാത്രമേ ഉണ്ടാകാറുള്ളൂ. ഇത് സൂചിപ്പിക്കുന്നത് ചൊവ്വയിലെ മിന്നൽ സംഭവങ്ങൾ വളരെ കുറവോ അല്ലെങ്കിൽ ദുർബലമോ ആകാമെന്നാണ്. ശരിയായ സ്ഥലത്ത് ശരിയായ സമയത്ത് മേവൻ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഈ കണ്ടെത്തൽ സാധ്യമായത്. ഇത് ചൊവ്വയെക്കുറിച്ചും മറ്റ് ഗ്രഹങ്ങളെക്കുറിച്ചുമുള്ള നമ്മുടെ അറിവുകൾ വികസിപ്പിക്കാൻ സഹായിക്കും. നന്ദി.